ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രിയും നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ഇത്രയും സാവകാശത്തോടെ കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യോശുവയുടെ ചരിത്ര പുസ്തകത്തിൽ നിന്ന് ചില ആത്മീയ പാഠങ്ങൾ പഠിക്കാനാണ് നാം ശ്രമിക്കുന്നത്. ഇതൊരു ചരിത്ര പുസ്തകമാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ പുതിയ നിയമ വിശ്വാസികളായ നമ്മളൊക്കെ എത്രമാത്രം പ്രായോഗികമാക്കുവാൻ കഴിയും എന്നുള്ള കാര്യമായിരുന്നു ഞാൻ ചിന്തിക്കാൻ ശ്രമിച്ചത്. ഞാൻ പറയുണ്ടായി, പഴയ നിയമ പുസ്തകങ്ങൾ പുതിയ നിയമത്തോട് ചേർത്ത് പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ മാധുര്യം ശരിക്കും കിട്ടുന്നത്. പഴയ നിയമത്തിലെ പല കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് പുതിയ നിയമ പുസ്തകങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ട് ദൈവവചനം ഒരു പുസ്തകമായിട്ട് നാം കണ്ടിട്ട് വേണം പഠിക്കാൻ. പഴയ നിയമം വേറെ അല്ലെങ്കിൽ പുതിയ നിയമം വേറെ എന്നുള്ളതല്ല, അത് നമുക്ക് വിഭാഗിച്ച് തന്നിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. എങ്കിലും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയണം. എന്നോട് വ്യക്തിപരമായി ദൈവത്തിന് സംസാരിക്കാനുണ്ട് എന്നുള്ള ബോധത്തോടുകൂടെ നാം ദൈവവചനം പഠിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനേകമായ സത്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എൻ്റെ ജീവിതത്തിലോടുള്ള ബന്ധത്തിൽ എനിക്ക് അത് വളരെയധികം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. അതാണ് ഞാൻ നിങ്ങളോട് പങ്കിടുവാനും ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ദിവസം നാം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്, ദ ഗോൾ ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ് എന്താണെന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ദൈവം മോശയുടെ മരണശേഷം യോശുവയോട് പറയുകയാണ്, നീ ഈ ജനത്തെ യോർദാൻ അക്കരെ കടന്ന കനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിക്കണം. അപ്പോൾ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ലായിരുന്നു, അവർ മരുഭൂമിയിൽ നടന്നു. അവരുടെ വിശ്വാസക്കുറവുകൊണ്ട് അല്ലെങ്കിൽ 14 ദിവസം കൊണ്ട് അവർക്ക് കനാൻ ദേശത്ത് എത്താമായിരുന്നു. എന്നാൽ അവരത് 40 വർഷം ചുറ്റിക്കറങ്ങേണ്ടി വന്നു, അവരുടെ അവിശ്വാസത്താലും അനുസരണക്കേടിനാലും. എന്നാൽ മോശയുടെ മരണത്തിന് ശേഷം യോശുവയെ ദൈവം ആ നേതൃത്വ സ്ഥാനം ഏൽപ്പിച്ചിട്ട് യോശുവയ്ക്കാണ് ആ ഉത്തരവാദിത്വം കൊടുക്കുന്നത്, അവരെ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട്. അടുത്ത ദിവസം നമ്മൾ യോശുവ എന്ന വ്യക്തിയെക്കുറിച്ച്, ദൈവം എങ്ങനെയാണ് യോശുവയെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നുള്ള കാര്യം നാം നോക്കുകയുണ്ടായി. ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് ദൈവിക ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അവരെ ഒരുക്കിയെടുക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും നാം കാണുകയുണ്ടായി. പിന്നീട് നാം അതിൻ്റെ വില എന്തുമാത്രമുണ്ട്, നമ്മളിപ്പോൾ അനുഗ്രഹദേശത്തേക്ക് കടക്കുമ്പോൾ ശരിക്കും ഒന്ന് കണക്ക് കൂട്ടുവാനായിട്ട് അതിൻ്റെ വില എന്തുമാത്രം നാം കൊടുക്കണമെന്നുള്ള ആലോചന, ആ ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കിടുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച യോശുവ 2 പേരെ ഒറ്റുനോക്കാനായിട്ട് എരിഹോം പട്ടണത്തിലേക്ക് വിടുന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെ അവർ ചെന്നുപെട്ടത് രാഹാബ് എന്ന വേശ്യയുടെ ഭവനത്തിലായിരുന്നു. രാഹാബ് എന്ന വേശ്യ അവളുടെ വിശ്വാസം എങ്ങനെ പ്രാവർത്തികമായി കാണിച്ചു എന്നുള്ളതും അതുകൊണ്ട് അവൾ എത്രമാത്രം അനുഗ്രഹത്തിന് അവകാശിയായി തീർന്നു എന്നുള്ള കാര്യമാണ് നാം ചിന്തിച്ചത്. കഴിഞ്ഞ ആഴ്ച നാം ഒരു വ്യക്തിയുടെ വിശ്വാസമാണ് അല്ലെങ്കിൽ രാഹാബ് എന്ന വ്യക്തിയുടെ വിശ്വാസമാണ് എന്ന് കണ്ടെങ്കിൽ, ഇന്ന് നാം ഒരു ജനതയുടെ ആസ് എ നേഷൻ അവരുടെ വിശ്വാസത്തിൻ്റെ ചുവട് എങ്ങനെ വയ്ക്കാൻ പോകുന്നതെന്നാണ് 3-ാം അധ്യായത്തിൽ കൂടെ നമുക്ക് കാണാനായിട്ട് ശ്രമിക്കുന്നത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. ആ അധ്യായം മുഴുവനും നമുക്ക് വായിക്കാം. എന്നാൽ മാനുവൽ നമുക്ക് വേണ്ടി വായിക്കുന്നുവെങ്കിലും നിങ്ങളെല്ലാവരും മനസ്സിൽ അത് വായിക്കണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കും അതിൽ പങ്ക് ലഭിക്കുകയുള്ളൂ, നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. നിയമപ്രകാരം ചുമക്കുന്ന പുരോഹിതന്മാർ
യോർദാനിലെ വെള്ളത്തിന് വമ്പത്തെത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്കാം എന്നും അരുളി ചെയ്തു. യോശുവ ഇസ്രായേലിനോട്, ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ വചനം കേൾപ്പിനെന്ന് പറഞ്ഞു. യോശുവ പറഞ്ഞതെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, ഫെലിസ്ത്യർ, ഗർഭശ്യർ, അമോര്യർ, യെബൂസ്യർ എന്നിവരെ നീക്കിക്കളയും എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. ഇതാ സഹോദരനും നാഥനായവന്റെ ദൈവപ്പെട്ടവ നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. ആകയാൽ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 12 ആളെ കൊണ്ടുവരും. സഹോദരയുടെ നാഥനായ യഹോവയുടെ പെട്ടെന്ന് ചുമക്കുന്ന പുരോഹിതന്മാരോടൊപ്പം യോർദാനിന്റെ വെള്ളത്തിൽ ചവിടുമ്പോൾ ഉടനെ യോർദാനിന്റെ വെള്ളം 2 ആയി പിരിഞ്ഞിട്ട് മേലിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറപോലെ നിൽക്കും. അങ്ങനെ ജനം യോർദാനത്തെ കടക്കാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും പുറപ്പെട്ടു. നീങ്ങപ്പെട്ടത് ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടെന്ന് ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമേള കവിഞ്ഞൊഴുകും. പെട്ടെന്ന് ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിനകത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. സാരേതാന സമീപത്തുള്ള ആദാപട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറപോലെ മുങ്ങി. അരാബയിലെ കടലായ ഉപ്പുകടലേക്ക് ഒഴുകിയ വെള്ളം വാങ്ങുപോയി. ജനം എരിഹോവിന് നേരെ മറുകര കടന്നു. യഹോവയുടെ ദൈവപ്പെട്ട ചുമന്ന പുരോഹിതന്മാർ യോർദാൻ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെ യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്ത് കൂടി തന്നെ കടന്നുപോയി. താങ്ക് യു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യം അറിയിക്കുന്ന സംഭവമാണ് ഇത് എന്ന് നമുക്കറിയാം. യോശുവയുടെ പുസ്തകത്തിൽ തന്നെ നാം പഠിക്കുമ്പോൾ ഈ ഭാഗം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ്. യോശുവയ്ക്ക് യാതൊരു ഗ്രാഹ്യവുമില്ലായിരുന്നു ഈ ജനത്തെ, ഇസ്രായേൽ മക്കളെ കനാന്റെ ദേശത്തേക്ക് കടത്തി കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന്. ദൈവം അവനെ നിയോഗിച്ചു, നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു താൻ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. മോശയോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം, മോശ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു അവൻ ഓരോ കാര്യങ്ങൾക്കും തീരുമാനമെടുത്തതും ജനത്തെ നടത്തിയിരുന്നതും. അവരുടെ സ്വന്തം തീരുമാനങ്ങളൊന്നുമല്ലായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് അനുസരിച്ച് അവർ ദൈവജനത്തിന് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. യോശുവ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണ് അവരെ അങ്ങോട്ട് കൊണ്ടുവന്നത്, യോർദാൻ തീരത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ശിത്തീമിൽ നിന്ന് അവർ യാത്ര ചെയ്ത് അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിലും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യത്തെ വാക്യത്തിൽ തന്നെ നാം യോശുവയുടെ ക്യാരക്ടർ സ്റ്റഡി നടത്തിയപ്പോൾ നാം പഠിച്ച കാര്യമാണ്. യോശുവ വളരെ അത്യുത്സാഹിയായിരുന്നു. എല്ലാ കാര്യത്തിലും താൻ അധികാലത്ത് എഴുന്നേൽക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവ മക്കളാകുന്ന നമുക്ക് ദൈവവചനം പഠിക്കാനും ദൈവത്തോടുള്ള കൂട്ടായ്മ അനുഭവിക്കാനും ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാനും ഏറ്റവും പറ്റിയ സമയം അധികാലത്തെയാണ്. നാം ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവദാസന്മാരുടെ ജീവിത കാര്യങ്ങൾ പഠിക്കുമ്പോഴൊക്കെ അത് നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. ഓരോ വ്യക്തികളും, മോശയോടുള്ള ബന്ധത്തിലും നമുക്ക് കാണാം, അവൻ അധികാലത്ത് എഴുന്നേറ്റായിരുന്നു ഓരോ കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. യോശുവയോടുള്ള ബന്ധത്തിലും ദാവീദിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓരോ വ്യക്തികളെക്കുറിച്ച് നാം ദൈവവചനത്തിൽ കൂടെ പഠിക്കുമ്പോൾ അവരൊക്കെയും രാജാക്കന്മാരുടെ ചരിത്രം നാം പഠിക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അവൻ ദൈവമായിരുന്നിട്ട് പോലും മനുഷ്യനായിട്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ പിതാവിനോട് കൂടെ സമയം ചെലവഴിക്കുവാൻ താൻ തിരഞ്ഞെടുത്ത സമയം ഇരുട്ടുള്ളപ്പോൾ തന്നെ അധികാലത്ത്, മർക്കോസിൻ്റെ 1-ാം അധ്യായത്തിൽ നാം അത് വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അവൻ നിർജ്ജന പ്രദേശത്ത് പോയി തൻ്റെ പിതാവിനോട് കൂടെ സമയം ചെലവഴിച്ചു. ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ ദൈവിക നടത്തിപ്പുകൾ അല്ലെങ്കിൽ ദൈവിക ആലോചനകൾ ലഭിക്കണമെങ്കിൽ നാം അധികാലത്ത് ഏറ്റവും ബെസ്റ്റ് സമയം, ശാന്തതയുള്ള സമയം, രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിലിരിക്കുക എന്നുള്ളതാണ്. ഞാൻ അത് കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി. നമ്മുടെ പിതാക്കന്മാരൊക്കെ അതിനുവേണ്ടി സമയം വേർപെടുത്തി കൊടുത്തിരുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരാനും ദൈവവചനം പഠിക്കാനും സാധിക്കുകയുള്ളൂ. അതിന് ഏറ്റവും പറ്റിയ സമയം അതിരാവിലെ ശാന്തതയുള്ള സമയം. നമ്മുടെ തിരക്കുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അതിനുവേണ്ടി സമയം കണ്ടെത്തുക മാത്രമേ അതിന് വഴിയുള്ളൂ. ഞാൻ രാവിലെ അല്പസമയം ദൈവവചനം ധ്യാനിച്ചതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ഈ ദിവസങ്ങളിൽ അതിരാവിലെ എഴുന്നേൽക്കും, 4 മണിക്ക് എഴുന്നേൽക്കും. അത് കഴിഞ്ഞ് എൻ്റെ പഠനം, എൻ്റെ ധ്യാനവും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നടക്കാനായിട്ട് പോകും അതിരാവിലെ. അപ്പോൾ ഞാൻ
ഞങ്ങളുടെ അഗതി മന്ദിരത്തിൻ്റെ ബാക്കിൽ കൂടെയുള്ള കനാലിൽ കൂടെയാണ് നടക്കുന്നത്, തിരക്കൊന്നും ഇല്ലാത്ത വഴി കൂടെ. അപ്പോൾ അവിടെ നടന്നു പോകുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു കാര്യം, അനേക മാതാക്കൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതിരാവിലെ അവർ സമയം ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചെലവഴിക്കുന്ന സമയം അത് എന്നെ വളരെ ഇന്നും നമുക്ക് ഉള്ള ആ മാതാക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് വേർതിരിക്കുന്ന ദൈവമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിക്കുന്ന സമയം. യോശുവ അധികാലത്ത് എഴുന്നേറ്റ് അവൻ ഇസ്രായേൽ മക്കളെല്ലാവരും സിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. കഴിഞ്ഞ ആഴ്ച നാം ആ 3 ദിവസം താമസത്തിൻ്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്നുള്ള കാര്യം നാം ചിന്തിച്ചു. എന്നാൽ ഇവിടെ നാം ഈ ആദ്യത്തെ ഭാഗം ചിന്തിക്കുമ്പോൾ അന്യോന്യം ഉള്ള സന്ദേശങ്ങൾ കൈമാറുന്ന 3 ആൾക്കാരെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. പുരോഹിതന്മാർ, ദൈവം യോശുവയോട് സംസാരിക്കുന്നത്, യോശുവ ജനത്തോട് സംസാരിക്കുന്നത്, പുരോഹിതന്മാർ പ്രമാണികൾ ജനത്തോട് സംസാരിക്കുന്നത്. അവരെല്ലാവരും വിശ്വാസത്തിൻ്റെ വചനങ്ങളായിരുന്നു അന്യോന്യം കൈമാറിയിരുന്നത്. അത് വളരെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും അത് വളരെ ആവശ്യമാണ്. വിശ്വാസത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം നാം അതുപോലെ അംഗീകരിക്കുവാനും അത് പ്രാപിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാനും സാധിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ്. ആ നിലയിൽ ഓരോ ആദ്യത്തെ 13 വാക്യങ്ങളിൽ നമുക്ക് ആ കാര്യം കാണാം. 3 കാര്യങ്ങളാണ് ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് വിശ്വാസത്തിൻ്റെ വചനം, രണ്ടാമത് അടുത്തതായിട്ട് അവർ ചെയ്യുന്ന അതനുസരിച്ച് വിശ്വാസത്തിൻ്റെ നടപ്പ്, അവർ നടന്ന് യോർദാൻ നദി കടന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. മൂന്നാമത് വിശ്വാസത്തിൻ്റെ സാക്ഷ്യം, അത് 4-ാം അധ്യായത്തിലായാലും നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ജ്ഞാപകമായിട്ട് നാട്ടുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അത് ഓരോന്നും നാം വിശദീകരിച്ച് പഠിക്കാനെന്നുള്ള സമയം നമുക്കില്ല. എന്നാൽ ചുരുക്കമായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് ഓരോന്നായിട്ട് കൊണ്ടുവരാം. നിങ്ങൾ വീട്ടിൽ പോയി അത് വായിച്ച് ധ്യാനിക്കുക. അത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹത്തിനായിട്ട് കാര്യം. ഒന്നാമത് വിശ്വാസത്തിൻ്റെ വചനം, രണ്ടാമത് വിശ്വാസത്തിൻ്റെ നടപ്പ്, മൂന്നാമത് ആ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം. അത് ഇന്ന് തന്നെ തീർക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, മോശയെ പോലെ യോശുവയും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അങ്ങനെ തന്നെ വിശ്വാസത്താൽ അനുസരിച്ച ഒരു വ്യക്തിയാണ്. റോമാലേഖനത്തിൽ നാം പഠിക്കുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം എന്ന് പറയുന്നത് നാം നമ്മുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല. ഞാനൊരു ദേവദാസൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു. അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തു തന്നെയായാലും അത് ചെയ്യുന്നതാണ് വിശ്വാസം, പ്രവൃത്തിയിൽ കൂടെ കാണിക്കുന്നതാണ് വിശ്വാസം. എബ്രായ ലേഖനം 12-ാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസവീരന്മാരുടെ വലിയൊരു പട്ടിക തന്നെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഓരോരുത്തരും അവരുടെ വിശ്വാസം പ്രദർശിപ്പിച്ചത് അവരുടെ പ്രവർത്തനത്തിൽ കൂടിയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ കൂടിയായിരുന്നു. ദൈവം അബ്രഹാമിനെ വിളിച്ച കാര്യം നമുക്കറിയാം. അബ്രഹാമിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായപ്പോൾ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ താൻ ഒരു എതിർപ്പും കൂടാതെ, ഒന്നും മറുചോദ്യങ്ങൾ ചോദിക്കാതെ അത് അങ്ങനെ തന്നെ അനുസരിക്കുകയാണ്. തൻ്റെ പട്ടണം വിട്ട് ദൈവം തനിക്ക് കാണിപ്പാനിരിക്കുന്ന കനാൻ ദേശത്തേക്ക് താൻ പുറപ്പെടുന്നതായിട്ട് കാണാം. അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് താൻ ചിന്തിച്ചിട്ടില്ല. അത് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, ദൈവം ഏതാണ് ദേശമെന്ന് പറഞ്ഞിട്ട് പോലുമില്ല, എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് അതേപടി അനുസരിച്ച് ഉടനെ താൻ അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരികയാണ്. മോശയുടെ ജീവിതം നോക്കുമ്പോൾ നമുക്കതറിയാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം മോശയെക്കുറിച്ച് വായിക്കുമ്പോഴാണ് പുതിയ നിയമ പല സത്യങ്ങളും താൻ എങ്ങനെയാണ് അത് അനുസരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് ചെയ്യുന്നത്. വിശ്വാസത്താൽ മോശയ്ക്ക് താൻ ദൈവത്തിൻ്റെ വിളി കേട്ടപ്പോൾ അത് ഫറവോനെക്കുറിച്ച് ഭയമില്ലാതെ അവിടുത്തെ വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നാം അവിടെ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ആ ഭാഗം എന്നെ വളരെയധികം സ്പർശിക്കുന്ന ഭാഗങ്ങളായിരുന്നു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. മാത്രമല്ല, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോകുന്നു. അതെല്ലാം താൻ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയായിരുന്നു. ഓരോന്നും തൻ്റെ വിശ്വാസം
തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ധൈര്യപ്പെടുത്തിയെന്ന് മാത്രമല്ല, ആ സ്റ്റെപ്സ് ഓഫ് ഫെയ്ത്ത് അത് അവരുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിട്ട് കാണാം. ഗിദെയോനോടുള്ള ബന്ധത്തിൽ നമുക്കത് കാണാം. അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം അവരെ തിരഞ്ഞെടുത്തപ്പോൾ, ദൈവം അവരെ വിളിച്ചപ്പോൾ അവർ ഒരു മറുപടിയും കൂടാതെ അല്ലെങ്കിൽ ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ അത് അങ്ങനെ തന്നെ അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ അവർ തയ്യാറെടുത്തു എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പുരോഗമിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാം അതേപടി അനുസരിക്കുകയല്ലാതെ വേറൊരു വഴിയില്ല. പലപ്പോഴും നമുക്കത് കഴിയാത്തത് നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനാണ്. ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നാൽ ദൈവത്തിന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മനോഭാവം കൊണ്ടാണ്. നാം അതിന് തയ്യാറാകുന്നില്ല. പലപ്പോഴും നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസം. കാണാത്ത കാര്യങ്ങൾക്ക് നമ്മളെ വിശ്വസിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്. നമുക്ക് എപ്പോഴും എവിഡൻസ് വേണം, അല്ലെങ്കിൽ തെളിവ് വേണം, അല്ലെങ്കിൽ നമ്മളത് എങ്ങനെയാണ് എന്ന് നമ്മുടെ ബുദ്ധിയിൽ ആലോചിച്ച് ആണ് നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എന്നാൽ ദൈവത്തിലെ വചനം നാം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം, അവർ ചോദ്യം ചെയ്യാതെ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. അതനുസരിച്ച് അവർ പുറപ്പെട്ടു. അതിൻ്റെ ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലങ്ങൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് അവർ ചിന്തിച്ചില്ല. ദൈവം അവരെ ആദരിച്ചു എന്ന് മാത്രമല്ല, ദൈവം അവരുടെ വിശ്വാസത്തെ ഫലവത്താക്കി കൊടുക്കുകയും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമുക്ക് അവരുടെ ജീവിതത്തിൽ കൂടെ കാണാനായിട്ട് കഴിയും. 2-ാം വാക്യം തൊട്ടുള്ള പ്രമാണികൾ ജനത്തോട് കൽപ്പിച്ച വചനമാണ് നാം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. വ്യത്യസ്തമായ ദൂതുകൾ ഈ ഓരോരുത്തരും അന്യോന്യം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ലോകാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ വചനം. അതാണ് ഞാൻ ഇതിന് തലക്കെട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചത്. ആ വിശ്വാസത്തിൻ്റെ വചനം അവർ അംഗീകരിച്ചു. അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാൻ അവർ സമ്മാനിച്ചു. യോശുവ അതിരാവിലെ എഴുന്നേൽക്കുന്ന വ്യക്തി വരെയാണെന്ന് നാം കണ്ടു. അതുമാത്രമല്ല, ആ പ്രമാണികളോട് യോശുവ പറഞ്ഞ കാര്യങ്ങൾ അത് അവർ ജനത്തോട് അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പെട്ടകത്തെക്കുറിച്ച് നാം അവിടെ പ്രമാണികൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ആ കാര്യം ജനത്തോട് അറിയിക്കുമ്പോൾ നമുക്കറിയാം, ഇതുവരെയും അവർ നടത്തിയിരുന്നത് പെട്ടകം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമാഗമന കൂടാരം മരുഭൂമിയിൽ നടത്തിയ വ്രതങ്ങൾ നമുക്ക് അറിയാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ യോർദാൻ നദി കടക്കുമ്പോൾ പ്രത്യേകിച്ച് അവരോട് പ്രത്യേകം പറയുന്നത്, പെട്ടകം നിങ്ങൾക്ക് മുമ്പായിട്ട് പോകും. ആ പെട്ടകത്തെയാണ് നിങ്ങൾ അനുഭവിക്കേണ്ടത്. പക്ഷേ അതിന് ദൂരം വിടണം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള അടുത്ത്, അല്ലെങ്കിൽ ദൈവഭക്തി, ദൈവത്തോടുള്ള ഭയം നിങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം ഇത്രയും 2000 മുഴം അകലം വിട്ടിട്ട് വേണം നിങ്ങൾ ആ പെട്ടകത്തെ അനുഭവിപ്പാൻ. അത് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പെട്ടകം ജനത്തിൻ്റെ മുമ്പാകെ പോകുന്നു എന്നത് അവരുടെ വിശ്വാസത്തിന് വലിയ പ്രോത്സാഹനമാണ്, ഉത്തേജനമാണ്. മോശയോട് ദൈവം അരുളി ചെയ്തിരുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. പെട്ടകം വഹിച്ച പുരോഹിതന്മാർ പുറപ്പെടുമ്പോൾ ജനവും അവരുടെ പിന്നാലെ പുറപ്പെടുവാനുള്ള നിർദ്ദേശം അവർക്ക് ലഭിച്ചിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യബോധത്തിൻ്റെ ഗൗരവവും ദൈവം അവരെ മനസ്സിലാക്കി കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അവരോട് അകലം വിട്ട് പിൻചലനം എന്നുള്ള കാര്യം അവരെ പ്രത്യേകമായിട്ട് ഓർപ്പിച്ചത്. പ്രമാണികൾ പറഞ്ഞ ആ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവർ അതിനോട് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം, അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ഇതുവരെയും പോകാത്ത പുതിയൊരു വഴിയിൽ കൂടിയാണ് അവർ പോകുന്നത്. പക്ഷേ അവർക്ക് മുമ്പായി കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം താൻ തന്നെയാണ് അവർക്ക് മുമ്പായിട്ട് കടന്നു പോകുന്നതും യോർദാൻ കടന്ന് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതും ആ പെട്ടകം മുമ്പിൽ അവർക്ക് മുമ്പായിട്ട് പോകുമ്പോഴാണ്. രണ്ടാമത്തെ സന്ദേശം നാം കാണുന്നത് 5-ാം വാക്യത്തിലാണ്. പിന്നെ യോശുവ ജനത്തോട് പറയുന്ന കാര്യമാണ്, ജനത്തോടുള്ള യോശുവയുടെ സന്ദേശമാണ് 5-ാം വാക്യത്തിൽ നാം കാണുന്നത്. അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ചില വാഗ്ദത്തങ്ങൾ വ്യവസ്ഥകളില്ലാത്തതാണെന്ന് നമുക്കറിയാം. അൺകണ്ടീഷണലാണ് ചില പ്രോമിസസ് ഓഫ് ഗാഡ്. എന്നാൽ ചില വാഗ്ദത്തങ്ങൾ കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വ്യവസ്ഥകളോട് കൂടിയാണ്. നാം ആ വ്യവസ്ഥകൾ പാലിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അപ്പോൾ തന്നെ പ്രാപിക്കുകയല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഒരുങ്ങിയെന്ന് ഉറപ്പിക്കുകയാണ് നമ്മുടെ ജീവിതം കൊണ്ട്. അത് ദൈവത്തിൻ്റെ മുമ്പാകെ നാം അത് കാണിച്ചു കൊടുക്കുകയാണ്.
ഇസ്രായേൽ മക്കൾ സീനായി മലയിൽ പ്രത്യേകിച്ച് ന്യായപ്രമാണം സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് മോശ തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് നമുക്ക് നല്ലൊരു ദൃഷ്ടാന്തമായി കാണാനായിട്ട് കഴിയും. മോശ ജനത്തെ ശുദ്ധീകരിച്ചു, അവർ വസ്ത്രം മാറി എന്ന് നാം അവിടെ വായിക്കുന്നു. യാക്കോബ് തൻ്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. തൻ്റെ പുതിയൊരു ആരംഭത്തിൻ്റെ മുൻകുറിയായിട്ടാണ് അവരെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദാവീദ് രാജാവ് തൻ്റെ പാപം ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ കുളിച്ച് വസ്ത്രം മാറി ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസും വളരെ വ്യക്തമായതോടുകൂടെ 2 കൊരിന്ത്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ അവസാനം മുതൽ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെ വേർപാടിനെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് കഴിയുകയില്ല. ദൈവം അവരുടെ മധ്യേ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് അവരെ തന്നെ ഒരുക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു. അവർ ആ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പ് ദൈവം അത്ഭുതങ്ങൾ ചെയ്ത് അവരെ അപ്പുറത്തേക്ക് കടത്തുന്നതിന് മുമ്പ് അവരെ തന്നെ ദൈവത്തിന് വേണ്ടി ശുദ്ധീകരിച്ച് അവരെ തന്നെ ഒരുക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു. അതാണ് യോശുവ അവരോട് പറഞ്ഞ 2ാമത്തെ സന്ദേശം. 3-ാമതായിട്ട് 6-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പുരോഹിതന്മാർ പറയുന്ന വാക്കുകൾ, പുരോഹിതന്മാരോട് യോശുവ പറയുന്ന വാക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നാം വായിക്കുന്നത്, നിങ്ങൾ നിയമപ്പെട്ടകം എടുത്ത് ജനത്തിനു മുമ്പായി അക്കരെ കടപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിയമപ്പെട്ടകം എടുത്ത് ജനത്തിനു മുമ്പായി നടന്നു. അവരെ നയിക്കേണ്ടുന്ന ഉത്തരവാദിത്വം പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. നമുക്കറിയാം, അതുവരെയും നിയമപ്പെട്ടകം എടുത്തിരുന്നത് കെഹാത്യരുടെ ജോലിയായിരുന്നു എന്ന് നമുക്കറിയാം. സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ ദൈവം അവരെ പുരോഹിതന്മാർക്കാണ് അത് ഏൽപ്പിക്കുന്നത്. ദൈവം യോർദാനിലെ വെള്ളത്തെ വിഭാഗിക്കുന്നതിന് മുൻപ് അവരുടെ പാദങ്ങൾ വെള്ളത്തിൽ നനയണം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ അവർ കാലെടുത്ത് വെക്കണം വെള്ളത്തിലേക്ക്. ചെങ്കടലിനോടുള്ള ബന്ധത്തിൽ നാം കണ്ടത്, മോശ തൻ്റെ വടി നീട്ടിയപ്പോൾ ദൈവം കിഴക്കൻ കാറ്റടിപ്പിച്ച് ആ വെള്ളത്തെ 2ആയി വിഭാഗിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ അതല്ല, വിശ്വാസത്തിൻ്റെ ചുവടുകൾ എടുത്തു വെച്ചാൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളൂ. അതുകൊണ്ട് പുരോഹിതന്മാർ അക്കരെ കഴിയുമ്പോൾ യോർദാനിലെ വെള്ളം വീണ്ടും ചേരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അവരുടെ ചുവടുകൾ ആ വെള്ളത്തിലേക്ക് അവരെടുത്തു വെച്ചപ്പോൾ മാത്രമാണ് വെള്ളം 2ആയി പിരിഞ്ഞതും വെള്ളം അവിടെ ഒരു ചിറ പോലെ കെട്ടി നിൽക്കുന്നതുമായിട്ട് നാം കാണുന്നത്. ദൈവത്തിൻ്റെ വാക്കുകൾ അവർ അതേപടി വിശ്വസിച്ച് ആശ്രയിച്ച് അനുസരിച്ചപ്പോഴാണ് അവർക്ക് അത്ഭുതം കാണുവാനായിട്ട് കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, വാഗ്ദത്ത നാട്ടിൽ അല്ലെങ്കിൽ ഈ അനുഗ്രഹദേശത്തിലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നാം വിശ്വാസത്തിൻ്റെ ചുവടുകൾ എടുത്തു വയ്ക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിനത് നമുക്കത് കൈവശമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, യാതൊരു സംശയവുമില്ല. ദൈവമാണ് അവരെ ആ ദേശത്തേക്ക് കടത്തുന്നതും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതും അവരെ വിജയികളാക്കുന്നതും ഒക്കെ ദൈവം തന്നെയാണ്. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. പുരോഹിതന്മാർ അവർക്ക് ലഭിച്ച നിർദ്ദേശം അവർ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് അനുസരിച്ചു. കാരണം നമുക്കറിയാം, യോർദാൻ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഭയങ്കര ഒഴുക്കാണ് ആ നദിക്ക് ആ സമയത്ത്. സാധാരണ അത്രയും വീതിയുള്ള നദിയല്ല യോർദാൻ നദി. എന്നാൽ ഈ കൊയ്ത്തുകാലത്ത്, ഈ വസന്തകാലത്ത് അത് വളരെ കരകവിഞ്ഞ് ഒഴുകുകയാണ്. അപ്പോൾ ഏകദേശം 1 മൈൽ വീതിയോളം വരും എന്നാണ് പറയുന്നത്. അത്രയും ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് അവർ പെട്ടകം കൊണ്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവരുടെ മനസ്സിൽ കൂടെ കടന്നുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിലുള്ള അവരുടെ വിശ്വാസം, ദൈവത്തിലുള്ള അവരുടെ പൂർണ്ണ ആശ്രയം, ദൈവം വാഗ്ദത്തം ചെയ്താൽ ദൈവം ചെയ്യുന്നവനാണ് എന്ന് പൂർണ്ണമായി അവർക്ക് മനസ്സിലാക്കുവാൻ ദൈവം കൃപ കൊടുത്തു എന്ന് മാത്രമല്ല, അത് അവരനുസരിച്ചു. ആ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതേ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ നമ്മളുടെ ജീവിതത്തിൽ എടുത്തു വയ്ക്കാനാണ്. മുൻപിൽ നമുക്ക് പലപ്പോഴും പല പ്രതിസന്ധികൾ കാണാം. ഇത് അസാധ്യമായ കാര്യമാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് സാധ്യമാക്കി തരുന്നത്
നാം വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കുമ്പോഴാണ്. അത് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചതിൽ ദൈവം അവരുടെ വിശ്വാസത്തെ ആദരിക്കുകയും ദൈവം പറഞ്ഞ പോലെ തന്നെ അത് രണ്ടായി വിഭാഗിക്കുകയും ചെയ്തു. അതിനു മുമ്പ് യോശുവയിലുള്ള ദൈവത്തിൻ്റെ സന്ദേശം നമുക്ക് 7-8 വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയും. അവിടെ നാം വായിക്കുന്നത്, പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകയെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിൻ്റെ വക്കത്ത് എത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്കുക എന്ന് അരുളി ചെയ്തു. ഈ പ്രവർത്തനത്തിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ ജനം കാണണം. ദൈവം ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിനേക്കാൾ ഉപരിയായി അതോടുകൂടെ തന്നെ യോശുവയെ ജനം മനസ്സിലാക്കണം. യോശുവയെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണെന്നും യോശുവയെ ദൈവം അവരുടെ മധ്യയെ വലിയവനാക്കുക ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അതേപോലെ അനുസരിക്കുന്ന യോശുവയ്ക്ക് അത് തന്നെ യോശുവ ദൈവജനത്തോടും എടുത്തു പറയുന്നതിനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്ത ഭാഗത്ത് നാം അത് കഴിയുന്ന 7-8 വാക്യങ്ങളിൽ യോശുവയോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം നാം കണ്ടു. അതേപോലെ തന്നെ ജനത്തോടുള്ള യോശുവയുടെ സന്ദേശവും നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ അധികാരവും ഔന്നത്യവും ദൈവം അവനെ ഉന്നതനാക്കി തീർക്കുന്ന കാര്യം, ദൈവജനത്തിൻ്റെ മധ്യേ ദൈവം ചെയ്യുന്ന കാര്യം അതാണ്. ഓരോ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നവരെയും ദൈവജനത്തിന് അത് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം വളരെ നിർബന്ധമുള്ള ദൈവമാണ്. ദൈവം അതിൻ്റെ സമയത്ത് അത് ദൈവജനത്തിനും മനസ്സിലാക്കി കൊടുക്കും. നമ്മോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, നമ്മുടെ നേതൃത്വത്തിലുള്ള സഹോദരന്മാരെ ദൈവജനത്തിന് മുമ്പാകെ അവർ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് ദൈവമാണ്. ആത്മീയ കണ്ണുള്ളവർക്ക് അത് മനസ്സിലാക്കുവാനും വളരെ പ്രയാസമില്ല. ദൈവത്തിൻ്റെ അധികാരം ദൈവജനത്തിൻ്റെ മധ്യേ നടത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മോശയും യോശുവയും അധികാരത്തിൽ കൊണ്ടുവന്നത് ദൈവമാണ്. അത് ജനത്തിൻ്റെ ഇടയിൽ അവരെ വലിയവരാക്കിയതും ദൈവം തന്നെയാണ്. പിന്നീട് നമുക്ക് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം, യോശുവയുടെ സന്ദേശം നമുക്ക് കാണാനായിട്ട് കഴിയും. പുരോഹിതന്മാർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം യോശുവ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തെ അറിയിക്കുകയാണ്. യോശുവ തന്നെ വലിയവനാക്കുകയല്ലായിരുന്നു ആ സന്ദേശം കൊടുക്കുമ്പോൾ. അവിടെ ദൈവത്തിൻ്റെ മഹത്വം ജനം കാണുവാനാണ് യോശുവ ആഗ്രഹിച്ചത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം അവരോട് പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയാണ് നമ്മളവിടെ കാണുന്നത്. താൻ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. യോശുവ പറഞ്ഞു എന്തെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അത് അവരെ ആദ്യമായി ബോധ്യപ്പെടുത്തണം. പിന്നീട് അവൻ പറയാണ്, അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവിയർ, പെരീസ്യർ, ഗിർഗേഷ്യർ, അമോര്യർ, യെബൂസ്യർ എന്നിവരെ നീക്കിക്കളയും എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. ഏതിനാൽ? ദൈവം നിങ്ങളുടെ മുമ്പാകെ ഉണ്ടായി ഈ പ്രവൃത്തിയിൽ കൂടെ, നിങ്ങൾ കാണാൻ പോകുന്ന ഈ വലിയ പ്രവൃത്തിയിൽ കൂടെ നിങ്ങൾക്കിടെ ശത്രുക്കളെയും ദൈവം തന്നെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരുമെന്നുള്ള വലിയ സത്യം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് താൻ പറയുകയാണ്, ഇതാ സർവ്വഭൂമിക്കും നാഥനായവൻ്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാൻ അക്കരയ്ക്ക് കിടക്കുന്നു. ആ വലിയ ബോധം ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരുവാനാണ് യോശുവ ശ്രമിച്ചത്. യോശുവ തന്നെ വലിയവനാക്കിയില്ല, അല്ലെങ്കിൽ തൻ്റെ മഹത്വമല്ല ജനത്തിന് കാണിക്കാനിരിക്കുന്നത്. ഓരോ നേതൃത്വത്തിലുള്ളവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, തൻ്റെ കീഴിലുള്ള ദൈവജനം ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ശക്തിയും കാണുവാൻ അവരുടെ കണ്ണുകളെ തുറപ്പിക്കുവാൻ തക്ക ആ വചനം അവർക്ക് കൊടുക്കണം. അതാണ് യോശുവ ഈ സമയത്ത് അവരോട് ചെയ്തത്. ഓരോരുത്തരിൽ നിന്നും ഓരോരുത്തരെ ദൈവം നേതാക്കന്മാരാക്കുമ്പോഴും ദൈവം തൻ്റെ മഹത്വം അവരിൽ കൂടെ കാണിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. ദൈവം തൻ്റെ മഹത്വം മറ്റാർക്കും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമല്ല. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തവർ, അവർ തങ്ങളുടെ മഹത്വമല്ല കാണിക്കേണ്ടത്, ദൈവത്തിൻ്റെ മഹത്വം ജനത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് യോശുവ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആദ്യം പറയുന്നത്, ജീവനുള്ള ദൈവം നിങ്ങളുടെ മധ്യമുണ്ട്. നമുക്കറിയാം, ഇവർ കടന്നു പോകുന്ന ദേശത്തെ ജാതികൾക്കൊക്കെയും ഉള്ള ദൈവങ്ങൾ ജീവനില്ലാത്ത ദൈവമാണ്, മിഥ്യാമൂർത്തികളാണ്. അവരെ നിങ്ങൾ ആശ്രയിക്കേണ്ട. അതുകൊണ്ടാണ്
അവരിൽ നിന്ന് വേർപെട്ടിരിക്കണം, അല്ലെങ്കിൽ അവരെ അവിടുന്ന് നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷമാണ് ദൈവം അവർക്ക് ആ ദേശം അവകാശമാക്കി കൊടുക്കാൻ ആഗ്രഹിച്ചത്. അവരെ കംപ്ലീറ്റ് ഉന്മൂലനാശം ചെയ്യണമെന്ന് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചു. കാരണം അവരുടെ മ്ലേച്ഛകരമായ ജീവിത രീതിയും അവരുടെ പാപം നിറഞ്ഞ ജീവിതവും ഒരിക്കലും ദൈവത്തിൻ്റെ ജനം അനുകരിക്കരുത് എന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് ദൈവം ജീവനുള്ള ദൈവമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് 13-ാം വാക്യത്തിൽ നാം അത് തന്നെ വായിക്കുന്നത്, സർവ്വഭൂമിക്കും നാഥനാണ് അവൻ. അന്ന് ഞാൻ പറഞ്ഞ പോലെ ആ ജാതികളുടെ മിഥ്യാമൂർത്തികളെ നശിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ജീവനുള്ള ദൈവം. ആ ദൈവമാണ് നിങ്ങളുടെ മുമ്പാകെ പോകുന്നത്, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ നയിക്കുന്നത്. അവൻ സർവ്വഭൂമിക്ക് നാഥനായിരിക്കുന്നതുകൊണ്ട് അവന് എവിടെ വേണമെങ്കിലും പോയി ആ ദേശത്തിലെ ജാതികളെ നീക്കി തൻ്റെ ജനത്തിന് അവർക്ക് അവകാശമാക്കി കൊടുക്കുവാൻ, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുവാൻ അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. സീനായി മരുവിൽ വെച്ച് അവൻ പറഞ്ഞത് എന്താണ്? പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നോക്കുക. അവിടെ ദൈവം തന്നെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളൊരു നിധിയായിരിക്കും, അല്ലെങ്കിൽ ഒരു നിക്ഷേപമായിരിക്കും, നിങ്ങളൊരു പ്രത്യേക ട്രഷറായിരിക്കും എന്നാണ് ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവം അരുളി ചെയ്തത്. എന്നിട്ട് അടുത്ത് പറയുകയാണ്, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവർ അനുസരിച്ചിരുന്നെങ്കിൽ അവർ ദൈവത്തിനൊരു പ്രത്യേക സമ്പത്തായിരിക്കുന്നു മാത്രമല്ല, നിങ്ങൾ മുഖാന്തരം മറ്റുള്ള ജാതികൾ ജീവനുള്ള ദൈവത്തെ അറിയണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ച ഏറ്റവും വലിയ കാര്യം അതായിരുന്നു. അവരുടെ ഇടയിൽ ദൈവം ചെയ്ത മഹത്വകരമായ തൻ്റെ പ്രവൃത്തികൾ കണ്ട് ജാതികൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരണം. ദൈവത്തെക്കുറിച്ച് ഈ ജീവനുള്ള ദൈവം ഞങ്ങളുടെ ദൈവം മാത്രമാണ് ജീവനുള്ള ദൈവം എന്ന് ഇസ്രായേൽ മക്കൾ ലോകത്തിന് സാക്ഷിക്കണം, അല്ലെങ്കിൽ ജാതികളുടെ മധ്യയിൽ അവരുടെ സാക്ഷ്യമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ നമുക്കറിയാം അവരതിൽ പരാജയപ്പെട്ടു എന്നുള്ളത്. ഇന്ന് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് സാക്ഷ്യം പറയാൻ കഴിയും. നമ്മുടെ ജീവിതം കണ്ട്, നമ്മളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് ഇവരുടെ ഇടയിൽ വാസ്തവത്തിൽ ദൈവമുണ്ട് എന്ന് പറയത്തക്കവണ്ണം സാക്ഷ്യമുള്ള ജീവിതമാണോ നാം നയിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അത് മറ്റുള്ളവർക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടെ പ്രവർത്തിച്ച് കാണിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിഞ്ഞാൽ, അതിനേക്കാൾ വലിയ സാക്ഷ്യം വേറെ ഇല്ല. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചതായിരുന്നു. ചെങ്കടൽ വിഭാഗിച്ച് അതിൽ കൂടെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെക്കുറിച്ച് രാഹാബ് കേട്ട് അത് വിശ്വസിച്ചു. അവൻ നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണ് എന്നുള്ളതും നിങ്ങളുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുവാൻ ആ പുറജാതി സ്ത്രീയായ രാഹാബിന് കഴിഞ്ഞു. അതുകൊണ്ട് അവൾ ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചെന്ന് മാത്രമല്ല, ആ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ അവളുടെ വിശ്വാസം കാരണമാക്കി. അതുകൊണ്ട് അവൾ വലിയ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീർന്നു. കഴിഞ്ഞ ആഴ്ച നാം അത് കാണുകയുണ്ടായി. ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് അനുസരിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം അനുഗ്രഹിക്കുന്നതിന് പരിധികളില്ല. ദൈവം അവളെ എവിടം വരെ എത്തിച്ചു എന്ന് നമുക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ കാണാനായിട്ട് കഴിയും. ദൈവത്തിൽ വിശ്വസിച്ച് അവളെടുത്ത സ്റ്റെപ്പ് മുഖാന്തരം. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കൾ ഇവിടെ അതുതന്നെയാണ് ചെയ്യുന്നത്. അവർ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ദൈവത്തെ അനുസരിച്ചു. പുരോഹിതന്മാർ പറഞ്ഞ വാക്കുകൾ, പ്രമാണികൾ പറഞ്ഞ വാക്കുകൾ അവരനുസരിച്ചു. യോശുവയുടെ വാക്ക് അവർ അതേപടി അനുസരിച്ചു. അവർ പെട്ടകത്തിന് പിൻചെന്നു. പെട്ടകത്തിൽ വഹിച്ച പുരോഹിതന്മാർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് യോർദാൻ അരികെ വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ എല്ലാ നിയന്ത്രണവും ദൈവം തന്നെയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. ദൈവം പറഞ്ഞു, നിങ്ങൾ എപ്പോഴാണ് വെള്ളം കാലെടുത്ത് വെക്കേണ്ടതെന്നുള്ള കാര്യവും ദൈവം പറഞ്ഞിരിക്കണം. അവർ വിശ്വാസത്തോടെ കാലെടുത്ത് വെച്ചപ്പോഴാണ് യോർദാൻ നദി രണ്ടായി തിരിഞ്ഞത്. വെള്ളം ചെറുപോലെ നിന്നു. ബാക്കിയുള്ള വെള്ളം ചാവുകടലിലേക്ക് ഒഴുകിപ്പോയതായിട്ട് നാം അവിടെ വായിക്കുന്നു. പുരോഹിതന്മാരുടെ പാദങ്ങൾ യോർദാൻ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ
ദൈവം അവർക്ക് കടന്നു പോകാനുള്ള വഴി ഒരുക്കുമെന്ന് യോശുവ ജനത്തോട് അറിയിച്ചത് അവർ അങ്ങനെ തന്നെ വിശ്വസിച്ചു. അതിനുമുമ്പ് യോശുവ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു, ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ നിയമിക്കണമെന്ന് കൽപ്പിച്ചു. അവർക്ക് പ്രത്യേക ഒരു പ്രവൃത്തി കൊടുക്കാനുണ്ട്. അത് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം തൻ്റെ ജനത്തിന് മുൻപിൽ പോയി അവർക്ക് പാത ഒരുക്കിയായി നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യത്തെ ഈ 5 സന്ദേശങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം അവർക്ക് എല്ലാ ഇൻഫർമേഷനും കൊടുക്കുകയാണ്. ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മുമ്പ് ദൈവം അവർക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ജനം നിവർത്തിക്കേണ്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നും അനുസരിക്കേണ്ട ചട്ടങ്ങൾ എന്തൊക്കെയാണെന്നും അവർ വിശ്വസിച്ച് ആശ്രയിക്കേണ്ട വാഗ്ദത്തങ്ങളെല്ലാം വളരെ വ്യക്തമായി അവർക്ക് കൊടുക്കുക. ദൈവം തൻ്റെ ജനത്തെ പുതിയ തലങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കുമ്പോൾ, അവിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ പോരാട്ടമുണ്ട്, അവർക്കത് കീഴടക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ തൻ്റെ വിശ്വാസവചനങ്ങൾ ദൈവം അവർക്ക് കൊടുക്കാതെ ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമുക്കുള്ള ഏറ്റവും വലിയ ആശ്രയമാണ്. ഈ ദൈവത്തിൻ്റെ വചനം നാം എത്രമാത്രം പഠിച്ച് ആശ്രയിച്ച് വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നുവോ അതനുസരിച്ച് മാത്രമേ ദൈവത്തിന് നമ്മെയും അനുഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ. ഈ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര തന്നെയായാലും അത് ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് അറിയാം. ആ വാഗ്ദത്തങ്ങൾ ഒന്നും നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് യോശുവ അവസാനം പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അവസാനം തൻ്റെ ജനത്തോട് ചെയ്യുന്ന ആദ്യ സന്ദേശത്തിൽ താൻ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും നിഷ്ഫലമായി പോയിട്ടില്ല. ആ ദൈവത്തിൽ നിങ്ങൾ തന്നെ പൂർണ്ണമായി ആശ്രയിക്കണം എന്നുള്ള കാര്യം താൻ പറയുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, അത് അനുസരിക്കാനുള്ള കൃപയും ശക്തിയും തന്നിട്ടാണ് ദൈവം നമ്മളെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ദൈവം നമ്മളെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഉറപ്പ് നമുക്ക് തന്നിട്ടാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവാണ് നമ്മോട് കൂടെയുള്ളത്. ആ ദൈവത്തിൽ ആശ്രയിച്ച് അവർ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാൻ അവർക്ക് കൃപ ലഭിക്കും. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യഹോശഫത്ത് രാജാവ് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഞാനത് വളരെ കാര്യമായിട്ട് എടുക്കുന്ന ഒരു വാക്യമാണ്. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ അത് വിവരിക്കുന്നില്ല. എന്നാൽ അവിടെ യഹോശഫത്ത് പറഞ്ഞ വാക്ക് വളരെ വ്യക്തമായിട്ട് താൻ പറയാണ്, നിങ്ങൾ എൻ്റെ വാക്ക് കേൾപ്പിൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. എന്താ കൃതാർത്ഥരാകും എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? പലപ്പോഴും നമ്മളത് സാധാരണ ഉപയോഗിക്കാത്തൊരു പദമാണ്. നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിലൂടെ ചേർന്ന് വായിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഗം നിങ്ങൾ പ്രോസ്പർ ചെയ്യുന്ന, നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ പുരോഗമിക്കണമെങ്കിൽ, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിപ്പിൻ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ ശലോമോൻ പറഞ്ഞ വാക്കുകൾ കൂടി നോക്കാം. 1 രാജാക്കന്മാർ 8:56. 1 രാജാക്കന്മാർ 8:56 നമുക്ക് പരിചയമുള്ള വാക്കാണ്. അവൻ്റെ നല്ല വാഗ്ദത്തങ്ങൾ ഒന്നും നിഷ്ഫലമായിട്ടില്ല എന്നാണ് ശലോമോൻ രാജാവ് മോശയുടെ പ്രവർത്തനങ്ങളുടെ അടുത്ത് പറയുന്നത്. പ്രിയമുള്ളവരെ, അത് പൂർണ്ണമായി നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, വിശ്വാസത്തിൻ്റെ വചനം.
ഞാൻ പറഞ്ഞല്ലോ, റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറഞ്ഞ ആ വിശ്വാസത്തിൻ്റെ വചനം നാം പൂർണ്ണമായി അനുസരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനും അനുഗ്രഹത്തിന് കാരണമായി തീരും. രണ്ടാമത് അവർ വിശ്വാസത്തിലുള്ള നടപ്പാണ് നമുക്ക് 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവർ ദൈവത്തെ അനുസരിച്ചു എന്ന് മാത്രമല്ല, അവർ കാലുകൾ എടുത്തു വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 14-ാം വാക്യം, അങ്ങനെ ജനം യോർദാനക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാനിലേക്ക് വന്നു. നമുക്കറിയാം, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. ജനം എരിഹോവിന് നേരെ മറുകര കടന്നു. പുരോഹിതന്മാർ നടന്ന് ആ യോർദാൻ്റെ നടുവിൽ അവർ ഉറച്ചു നിൽക്കാനായിട്ട് പറഞ്ഞു. യോർദാൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു പെട്ടകം ചുമന്ന ആ പുരോഹിതന്മാർ. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ കടന്നുപോയി. എന്തൊരു അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങൾ ആ രംഗമെന്ന് മനസ്സിൽ കാണുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി കണ്ട് ദൈവത്തിൻ്റെ ജനം തന്നെ വളരെ അത്ഭുതത്തോടെ ആയിരിക്കും അവർ ആ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയിരിക്കുക. കാരണം കഴിഞ്ഞ തലമുറ ചെങ്കടൽ കടന്ന് എങ്ങനെയാണെന്ന് അവർ കേട്ടിട്ടേ ഉള്ളൂ. ഈ തലമുറ അത് കണ്ടിട്ടില്ല. എന്നാൽ ചെങ്കടൽ മിസ്രയീം ദേശത്ത് നിന്ന് വിട്ടുപോരുവാനായിട്ട് ചെങ്കടൽ വിഭാഗിച്ച ദൈവം ഇവിടെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് അവർക്ക് ചെങ്കടൽ വിഭാഗിച്ച പോലെയല്ല, ഇവിടെ അവർ വിശ്വാസത്തിൻ്റെ കാലുകൾ എടുത്തപ്പോൾ യോർദാൻ നദി ദൈവം വിഭാഗിച്ചു കൊടുക്കുകയാണ്. അവർ വാഗ്ദത്ത ദേശത്തേക്ക് നടക്കുവാൻ ഈ കാര്യം നടത്തേണ്ടത് ദൈവത്തിന് ഓരോ ആവശ്യമായിരുന്നു. അവർ ആ വിശ്വാസത്തിൻ്റെ നടപ്പ്, ആ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചാൽ മാത്രമേ ദൈവത്തിന് പിന്നീട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. ജീവനുള്ള ദൈവം, സർവ്വഭൂമിക്ക് നാഥനായവൻ അവർക്ക് മുമ്പായി പോയി അവർക്ക് വേണ്ടി വഴിയൊരുക്കുകയാണ്. ഇനി കനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോഴും സൈന്യമല്ല ആദ്യം കിടക്കുന്നത്. നമുക്കറിയാം, പുരോഹിതന്മാരാണ്. ഇതൊരു ആത്മീയ യുദ്ധമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സേനം, ദൈവം തന്നെയാണ് അവർക്ക് മുമ്പായിട്ട് നടന്ന് അവരുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നത്. നമ്മുടെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള, അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ദേശത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനവും അവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ മരുഭൂമിയിൽ നിന്ന് നാം ഈ വാഗ്ദത്ത നാട്ടിലേക്ക്, ഈ അനുഗ്രഹ ദേശത്തേക്ക് കടക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കുമ്പോഴും ദൈവം തന്നെയാണ് നമ്മൾക്ക് മുമ്പോട്ട് പോകുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാകണം. ആ ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവുമാണ് നമ്മളെ ഓരോ അടി വയ്ക്കുവാനും നമ്മളെ ബലപ്പെടുത്തുന്നത്. ജനമെല്ലാം ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി. എല്ലാവരും മറുകര കടന്ന ശേഷം പുരോഹിതന്മാരും മറുകര കടന്നു. ഉടനെ യോർദാൻ നദി പഴയ പോലെ കരകവിഞ്ഞൊഴുകാൻ തിടയായി. എന്തൊരു അത്ഭുതകരമായ കാര്യമാണ് ദൈവം അവർക്ക് നടത്തിയത്. 47-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. 47-ാം സങ്കീർത്തനം 4-ാം വാക്യം, ദൈവത്തിൻ്റെ അവകാശം നമ്മളവിടെ വായിക്കുന്നത്. 47-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം. അവൻ നമുക്ക് തൻ്റെ അവകാശത്തെ, നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നത് യോശുവ, അല്ലെങ്കിൽ നമ്മുടെ യേശുവാണ്, അല്ലെങ്കിൽ നമ്മുടെ നേതാവാണ്, യോശുവയായിരുന്നു. അവർക്ക് ദൈവം അവർക്ക് കൊടുത്ത അവകാശങ്ങളെ കൊടുത്തതൊക്കെ യോശുവയായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ ദൈവത്തെ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്നെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ആരുടെയും മനസ്സിൽ കൂടി പോയാത്ത കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ. എന്നാൽ നമ്മളത് വിശ്വാസത്തോടുകൂടെ അവകാശമാക്കുവാൻ ദൈവം നമുക്ക് ആ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്ത്യൻ ജീവിതത്തിൽ നാം ഒരിക്കലും നിശ്ചലായി നിൽക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഒന്നുകിൽ നാം വിശ്വാസത്തിൻ്റെ ചുവട് വെച്ച് മുന്നോട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ അവിശ്വാസത്താൽ നാം പിന്നാക്കം നിൽക്കുകയാണ്. നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ. അടുത്തത് വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. 4-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോഴാണ് നമുക്ക് അവിടെ 2 കൽക്കൂമ്പാരങ്ങൾ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം അവരോട് പറയുന്നത്, ഇത് നിങ്ങൾക്ക് എന്നും ഓർമ്മയായിട്ടിരിക്കണം. 4-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്.
ആ ദിവസം യോർദാൻ നദിയിൽ എല്ലാ കാര്യങ്ങളും ദൈവം നിയന്ത്രിച്ചിരുന്നു. പുരോഹിതന്മാർ എപ്പോൾ നദിയിലേക്ക് പോകണമെന്നും പിന്നീട് എപ്പോഴാണ് അവർ നദിയിൽ നിന്ന് കയറണമെന്നുള്ള കാര്യങ്ങളെല്ലാം ദൈവം അവർക്ക് നിർദ്ദേശിച്ചിരുന്നു. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ആ കാര്യങ്ങളൊക്കെ നടന്നത്. 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം നാം വായിക്കുന്ന അന്ന് യോശുവയെ ദൈവം വലിയവനാക്കി എന്നുള്ള കാര്യവും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്നതിൻ്റെ ജാമകമായിട്ട് 2 കൽക്കൂമ്പാരങ്ങൾ നാട്ടുനാട്ടിൽ കാണാം. അവരോട് 12 കല്ലുകൾ എടുത്ത് കൊണ്ടുവരുവാനായിട്ട് പുരോഹിതന്മാർ അല്ലെങ്കിൽ അവരെ 12 വ്യക്തികളെ അതിനുവേണ്ടി നിയോഗിച്ചു. അത് ദൈവം അവരോട് പറഞ്ഞതനുസരിച്ച് അവർ അത് ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുക. അത് വെള്ളത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ അത് പിന്നെ പുറമേ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. യോശുവ തൻ്റെ തീരുമാനപ്രകാരം ചെയ്ത ഒരു കാര്യമാണ്. ദൈവം പിന്നീട് പറയുന്നുണ്ട്, യോർദാനിൽ നിന്നെടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാറ്റി. 20-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അത് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ വലിയൊരു തെളിവായിട്ട് അടുത്ത തലമുറയോട് അത് പറയുവാനായിട്ട് ദൈവം അടുത്ത് ഉപയോഗിക്കുകയാണ്. യോശുവ ഗിൽഗാലിൽ നാട്ടിയ കല്ലുകളുടെ ഉദ്ദേശം നമുക്ക് വളരെ പ്രബോധനം തരുന്ന ഒരു കാര്യമാണ്. യോർദാനിലൂടെ പാതി ഒരുക്കി ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ടുവന്നവനായ യഹോവയാണെന്ന് വരാനിരിക്കുന്ന തലമുറയോട് അവരത് സാക്ഷിക്കണം. അവരുടെ കുഞ്ഞുങ്ങളോട് അവരത് പറഞ്ഞു കൊടുക്കണം. ഇസ്രായേൽ മക്കൾ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന കാര്യമാണ്. ആ കാര്യം ഏൽപ്പിച്ചത് പുരോഹിതന്മാരെ അല്ല, അല്ലെങ്കിൽ ലേവ്യരെ അല്ല, അത് പിതാക്കന്മാരാണ് ചെയ്യേണ്ടത്. തങ്ങളുടെ മക്കൾക്ക് അത് ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യം. അവരെ പിതാക്കന്മാർക്ക് വേണ്ടി ചെങ്കടൽ വിവാഹിച്ചതുപോലെ ഒരു അത്ഭുത പ്രവൃത്തിയായിരുന്നു യോർദാൻ നദി വറ്റിച്ചത്. ഇത് മക്കളെ പഠിപ്പിക്കേണ്ട ചുമതല അവർക്കുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ മോശ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം, ഉപദേശിച്ചു കൊടുക്കണം. അവർക്ക് ഈ കല്ലുകൾ ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു കാണുവാനുള്ള വലിയൊരു ജ്ഞാപകമായിട്ട് അവരുടെ മുമ്പിലിരിക്കുകയാണ്. അവർ ചോദിക്കും, ഈ കല്ലുകൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ദൈവം അവരെ നടത്തിയ വിധങ്ങൾ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ തങ്ങളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം ആ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളത് എന്നറിഞ്ഞ് യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിനും കൂടിയാണ് ഈ ഓർമ്മക്കല്ലുകൾ അവിടെ വെച്ചത്. ഇക്കരെ കടക്കുവാൻ നിവൃത്തിയില്ലാതെ പകച്ചു നിന്ന ജനത്തിന് മുമ്പായി യഹോവ ചെങ്കടൽ വറ്റിച്ചതുപോലെ, അല്ലെങ്കിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞത് അതുപോലെ തന്നെ അടുത്ത തലമുറയ്ക്ക്, ഈ തലമുറയ്ക്ക് ഇക്കരെ കടക്കുവാനായിട്ട് യോർദാൻ വറ്റിച്ചു കളഞ്ഞ കാര്യവും അവർക്ക് ഓർമ്മയായിട്ടിരിക്കണം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഈ യോർദാൻ നദി മുറിച്ചു കടന്നത്. പ്രിയമുള്ളവരെ, അവർ ആ വിശ്വാസത്തിൽ അനുസരിച്ച കാര്യം വരാനുള്ള നാളുകളിൽ ഈ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ഇനി ശത്രുക്കളെ നേരിടാൻ അവർ പോവുകയാണ്. അതിന് വലിയ ഒരു ഉറപ്പ്, കോൺഫിഡൻസ് കിട്ടിയ സംഭവമായിരുന്നു ഈ യോർദാൻ നദി ക്രോസ് ചെയ്ത് അവർ കടന്നത്. ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം വലുതാണെന്ന് നാം അനുഭവിച്ചറിയുവാൻ ഇടയാക്കുന്ന പ്രവൃത്തികളായി തീരട്ടെ. ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കാൻ വളരെ ആഗ്രഹമുള്ളതാണ്. എന്നാൽ പലപ്പോഴും നമ്മളുടെ മടി, അല്ലെങ്കിൽ നമ്മൾ ആ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ മടിക്കുന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പല അനുഗ്രഹങ്ങളും നാം നേടുവാൻ കഴിയാതെ പോകുന്നത്. വരാനുള്ള നാളുകളിൽ ഇസ്രായേൽ മക്കൾ ഇനി നേരിടാൻ പോകുന്നത് ഓരോ പട്ടണങ്ങളെയും ഓരോ ശത്രുക്കളെയും അവർ നേരിടുമ്പോഴും ദൈവം അവർക്ക് വേണ്ടി മുമ്പായി പോയി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള വലിയ ഉറപ്പ്, ആ വലിയ വിശ്വാസം അവർക്ക് തന്നതായിരുന്നു ഈ യോർദാൻ നദി കടന്ന സംഭവം. നമ്മുടെ ജീവിതത്തിലും ഇത് വലിയൊരു പാഠമായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലും ദൈവം അതിശയങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറുള്ളവനാണ്. ആ ദൈവത്തിൽ നാം എത്രമാത്രം പൂർണ്ണമായി ആശ്രയിക്കുന്നുവോ, അനുസരിക്കുന്നുവോ, അതനുസരിച്ച് ദൈവം നമ്മളിൽ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ, വിശ്വാസത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കുവാൻ ഈ ചെറിയ ചിന്തകൾ ഇടയാക്കട്ടെ. വരുന്ന അടുത്ത ആഴ്ച നിങ്ങൾ 5-ാം അധ്യായം 4-5 അധ്യായങ്ങൾ വായിച്ചു വരികയാണെങ്കിൽ അടുത്ത് ഇനി അവർ ഗിൽഗാലിൽ ചെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാനമായിരുന്നു ഗിൽഗാൽ. നമ്മുടെ ജീവിതത്തിലും ഗിൽഗാലിലുള്ള സ്ഥാനം എന്താണെന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകുകയുള്ളൂ. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിടയാക്കട്ടെ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.